ആത്മസമർപ്പണ സായുജ്യം തേടി ആറ്റുകാൽ പൊങ്കാല. ലക്ഷക്കണക്കിന് സ്ത്രീ ഭക്തജനങ്ങളാണ് ആറ്റുകാൽ അമ്മയ്ക്ക് ഇന്ന് പൊങ്കാല അർപ്പിച്ചത്. മൃതപുണ്യത്തിന്റെ ആത്മസമർപ്പണം തേടി ലക്ഷക്കണക്കിന് സ്ത്രീകൾ ആറ്റുകാൽ അമ്മയ്ക്ക് ഇന്ന് പൊങ്കാല അർപ്പിച്ചു. രാവിലെ 9:45 ശുദ്ധ പുണ്യാഹത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. 10:15 പൊങ്കാലയെടുപ്പിൽ തീ പടർന്നു. തോറ്റംപാട്ട് അവസാനിച്ച ശേഷം ശ്രീകോവിൽ നിന്ന് ദീപം പകർന്ന് മേൽശാന്തി തന്ത്രിക്ക് കൈമാറി. ക്ഷേത്ര തിടപ്പള്ളിയിലും വലിയ തിടപ്പള്ളിയിലും പൊങ്കാല അടുപ്പുകളിൽ ഇതിൽ നിന്ന് ദീപം പകർന്നു. ശേഷം സഹമേൽശാന്തി ഇത് ഏറ്റുവാങ്ങി പണ്ടാര അടുപ്പിൽ പകർന്നു. ഇതോടെ പൊങ്കാല വിളംബരമായി കരിമരുന്ന് പ്രയോഗവും വ്യോമസേനയുടെ പുഷ്പവൃഷ്ടിയും ക്ഷേത്രവളപ്പിൽ നടന്നു. ക്ഷേത്രത്തിൽ നിന്നും കൊളുത്തുന്ന ദീപം കലങ്ങളിലേക്ക് പകർന്നതോടെ നഗരം അക്ഷരാർത്ഥത്തിൽ യാഗശാലയായി മാറി. ഉച്ചയ്ക്ക് 1:15 നിവേദ്യം. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ഭക്തർക്ക് സുരക്ഷയൊരുക്കാൻ 4511 പോലീസുകാരുടെ സേവനമാണ് ലഭ്യമാക്കിയത്. സ്പെഷ്യൽ പോലീസ് കൺട്രോൾ റൂമിന് പുറമെ 2 അധിക കൺട്രോൾ റൂമുകളും തുറന്നു. പ്രത്യേക പാസുള്ള പുരുഷന്മാരെ മാത്രമാണ് ക്ഷേത്രത്തിലേക്ക് കടത്തിവിട്ടുള്ളൂ. ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ആംബുലൻസ്, ഫയർ എഞ്ചിൻ എന്നിവയും സജ്ജമാക്കിയിരുന്നു. 32 പിക്കറ്റ്, 5 ബൈക്ക് പട്രോളിംഗും 14 ഫുഡ് പട്രോളിംഗും പൊങ്കാലയുടെ ഭാഗമായി സജ്ജമാക്കിയിരുന്നു. മെഡിക്കൽ ടീമിന്റെ സേവനവും ഉറപ്പാക്കിയിരുന്നു. KSRTC 300 ബസ് സർവീസുകളാണ് നടത്തിയത്. പ്രത്യേക തീവണ്ടി സർവീസുകളും ഉണ്ടായിരുന്നു. പതിവ് പോലെ സിനിമാ സീരിയൽ രംഗത്തുള്ള അഭിനേത്രികളും ഇക്കുറിയും ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാലയർപ്പിക്കാനെത്തി. ആറ്റുകാൽ പൊങ്കാലയിടാൻ സൗകര്യമൊരുക്കി മണക്കാട് വലിയപള്ളി മുസ്ലിം ജമാഅത്ത് മതസൗഹാർദ്ദത്തിന് മാതൃകയായി. പൊങ്കാല ഇടാനെത്തിയ ഭക്തജനങ്ങൾക്ക് ഭക്ഷണം, വെള്ളം, പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യം, പാർക്കിംഗ് ഏരിയ, ആംബുലൻസ് സേവനം തുടങ്ങി എല്ലാ സജ്ജീകരണവും മണക്കാട് വലിയപള്ളി ജമാഅത്തിൽ ഒരുക്കിയിരുന്നു. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് നഗരത്തിലുടനീളം വിവിധ സംഘടനകളുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം, അന്നദാനം, യാത്രാ സൗകര്യം എന്നിവ ഒരുക്കിയിരുന്നു. നമസ്കാരം, ഞാൻ റബീക്ക. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഓരോ കൊല്ലവും പൊങ്കാല ഇടാനായിട്ട് വരുന്നത്. എല്ലാവർക്കും ദേവിയുടെ ഓരോ പ്രാർത്ഥനകളും കാര്യങ്ങളെല്ലാം സമർപ്പിക്കാനുണ്ടാവും. എല്ലാവരുടെയും പ്രാർത്ഥന ദേവി കാണട്ടെ, എല്ലാം ഫലപ്രദമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എങ്ങനെയാണ് ഇവിടെ പൊങ്കാല ഇട്ടിട്ട് പോകുമ്പോൾ മനസ്സിന് എന്താണ് ഒരു എല്ലാ വർഷവും ഇങ്ങനെ വരാനുള്ള നമ്മുടെ ഒരു കാത്തിരിപ്പാണ്. ഒരു തവണ പൊങ്കാല ഇട്ടിട്ട് പോയി കഴിയുമ്പോൾ ആദ്യമായിട്ട് വരുന്നത് ജോലിയുടെ ഒരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് അതൊരു സ്ഥിരമായി, അതൊരു ആവശ്യമായിട്ടായിരുന്നെങ്കിൽ പിന്നീട് അമ്മ ഇനി വിളിക്കുകയാണ്. നമുക്ക് വരാൻ പറ്റുന്ന സാഹചര്യങ്ങളിലെല്ലാം ഇനി പോരണം എന്നുള്ള രീതിയിൽ അമ്മ വിളിക്കുന്ന പോലെയാണ് തോന്നുന്നത്. സല്ലിനാണ്. ഞങ്ങൾ 3 പേരെ വന്നത് കണ്ടത്. എൻ്റെ മകളും എൻ്റെ ഒരു ഫ്രണ്ടുമാണ്. ഞാൻ 2ാമത്തെ വർഷമാണ് വരുന്നത്. 3 ഫസ്റ്റാണ്. എൻ്റെ മകൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാകുമ്പോൾ പൊങ്കാലയിടണം വെച്ച് കല്യാണം കഴിഞ്ഞ് പൊങ്കാലയിടാൻ പറ്റും. വേറെ ഒരു ആഗ്രഹം കൊണ്ട് വരുന്നതാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണല്ലോ. നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ വരുന്നതല്ലേ. ഇന്നലെ തന്നെ വന്നിട്ട് തൊഴാൻ പറ്റുമെന്ന് പറയില്ല. ഇന്ന് ദേവി നമ്മളെ അനുഗ്രഹിച്ച് ഞങ്ങൾ പോയി തൊഴുതു വന്നു. അത്രയൊരു അനുഗ്രഹം കിട്ടുന്നുണ്ടെന്നോ.